അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡ്രീം സിറ്റിയിലാണ്. നമ്മൾ ഡ്രീം സിറ്റിയിൽ iPhone 16 ഇറങ്ങിയല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൈസ് ഒന്ന് അറിയാൻ വന്നേക്കുവാണ്. അർഷാദിക്ക ഇച്ചിരി ബിസിയാണ് കേട്ടോ. അർഷാദിക്ക ഫ്രീ ആയോ? നമുക്ക് ഒന്ന് 16 ഒക്കെ ഒന്ന് പ്രൈസ് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് 2 ദിവസമല്ലേ ആയുള്ളൂ ഇറങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഏത് മോഡലാണ് ആദ്യമായിട്ട് പറയുന്നത്? 16 Pro ഉണ്ട്. ഓക്കെ, Pro Max ഉണ്ട്. എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ബേസ് മോഡൽ മുതൽ പോകാം. iPhone 16 പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇപ്പം കുറച്ച് കൂടുതലാണ് പ്രൈസ് വരുന്നത്. 3399 ആണ്. എത്രയാണ്? 3399 ആണ് വരുന്നത് ബേസ് 16. ഇത് എത്ര GB ആണ്? 128 GB ആണ്. ഏത് കൺട്രിയാണ് ഇപ്പോൾ വരുന്നത്? TR ഫുള്ള് ഇരിക്കുന്ന TR ആണ്. ഹോങ്കോങ്, ജപ്പാനൊക്കെ ഇപ്പോൾ എന്നോടിൽ അവൈലബിൾ ആവും. എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ മോഡൽ ഇപ്പൊ TR നമുക്ക് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഹോങ്കോങ്, ജപ്പാനൊക്കെ നോക്കുന്നവർക്ക് ഒരു 2 ആഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യുക. 2-3 ദിവസം മതി, അപ്പോഴേക്കും സാധനം വരും അല്ലേ. പ്രൈസും കുറയും. അപ്പോൾ നമുക്ക് ബെസ്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഇപ്പൊ ഈ വൈറ്റ് മാത്രമല്ല നമുക്കുള്ളത്, എല്ലാം ഉണ്ടോ? ഏതൊക്കെ കളറാണ് അവൈലബിൾ ഉള്ളത്? ഓക്കെ, ബ്ലൂ വരുന്നുണ്ട്. ഏതിനാണ് കൂടുതൽ പ്രൈസ് വരുന്നത്? കളേഴ്സിൽ സെയിം ആണ്. 16 പ്രോയിലാണ് ഈ ഡിസൈഡ് കളർ, പുതിയ കളറാണ്. ഇതാണ് ഡിസൈഡ് കളർ എന്ന് പറഞ്ഞു വരുന്നത് അല്ലേ. അതിനെങ്ങനെയാ പ്രൈസ് വരുന്നത്? 500 കൂടുതലാണ്. 500 dirhams കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബേസ് മോഡൽ, അതായത് ബേസ് മോഡൽ നമ്മുടെ 15 പ്രോയുടെ എത്ര GB ആണ്? 16 പ്രോ മാറിപ്പോയി. 128 GB വരുന്നുണ്ട്. 4299 ആട്ടോ വരുന്നത്. 128 GB. അടുത്ത മറ്റേ 4700. ഓക്കെ, അപ്പോൾ ആ റേഞ്ചിലാണ് നമ്മുടെ 16 പ്രോയുടെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ 16 Pro Maxലേക്ക് പോവാം. അപ്പോൾ ഇത് 256 GB. എത്ര? 500. 5100. അതാണ് നമ്മുടെ പ്രൈസ് വരുന്നത് കേട്ടോ. 512 GB 6100 വരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 3 പ്രൈസ് ഏകദേശം നമുക്ക് മനസ്സിലായി. പ്രീമിയം പ്രൈസ് ആണ്. അതിന് എത്ര ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും? ഏകദേശം 1 വീക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ശരി. അപ്പോൾ കുറച്ച് പ്രൈസ് ഒന്ന് കുറഞ്ഞിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു 1 വീക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് മുന്നേ നമുക്ക് ഈ iPhone 16 സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഓടി വരിക. ഡ്രീം സിറ്റിയിൽ സാധനം ഇരിക്കുന്നുണ്ട്. എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. എല്ലാം ഉണ്ട്. ആ കളേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചേക്കുക. ഇതേത് കളറാണ്? നാച്ചുറൽ, ബ്ലാക്ക്, ഡെസേർട്ട്, വൈറ്റ് കളർ. ഏറ്റവും കൂടുതൽ മൂവിങ് ഏകദേശം ഡെസേർട്ട് കളർ. പുതിയ കളറാണ്, അതിന് കുറച്ച് മൂവിങ് ഉണ്ട്. അത് കുറച്ചൊരു 300 to 500 വരെ ഡിഫറൻറ്റ്. ഓക്കെ, പിന്നെ ഒരു സംശയമുള്ളത്, നമുക്കിപ്പോൾ 16 ഇറങ്ങിയതുകൊണ്ട് നമുക്ക് 15 എങ്ങനെയാണ് കാര്യമായ വ്യത്യാസം വരുന്നത്? 15 ഇപ്പോൾ സ്റ്റോക്ക് കുറവാണ്. ഓക്കെ, അത് എല്ലാവർക്കും ഏകദേശം അറിയാൻ പറ്റും. സ്റ്റോക്ക് കുറവാണ്. ഇപ്പോൾ 15 Pro Maxന് വരുന്നത് 4150, 4175 പ്രൈസ്. ആ ഒരു പ്രൈസ് കോൺസിസ്റ്റന്റ് കറക്റ്റ് ആയിട്ടുള്ള പ്രൈസ് അല്ല. ഓക്കെ, ചിലപ്പോൾ കൂടുന്നുണ്ട്. 00 കുറയുന്നുണ്ട്. ആ ഒരു പ്രൈസ് നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് അറിയാൻ പറ്റുന്നെങ്കിൽ 2 ആഴ്ച പിന്നെ വെയിറ്റ് ചെയ്യണം അല്ലേ. അതായത് ഇതിന്റെയൊക്കെ പ്രൈസ് സ്റ്റേബിൾ ആവുന്ന ടൈമിൽ അതിന്റെയും പ്രൈസ് ഏകദേശം റെഡി ആവും. പിന്നെ 14 ഒക്കെ ഇപ്പോൾ ഉണ്ടോ? 14 ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ 15 16 മാത്രമേ നമുക്ക് മാർക്കറ്റിൽ കൂടുതലായിട്ട് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ബർദുബായ് മാർക്കറ്റിൽ ഏകദേശം നമുക്ക് പ്രൈസ് അറിയാൻ പറ്റിയിട്ടുണ്ട്. അർഷാദിക്ക് നേരത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മുടെ 16 ജസ്റ്റ് പ്രൈസ് അറിയുക എന്നുള്ളതായിരുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് അറിയാൻ പറ്റും. പ്രൈസ് കുറയും അല്ലേ? പ്രൈസ് ഏകദേശം കുറയും. ഡീറ്റെയിൽ ആയിട്ട് മറ്റേ മോഡൽസും വരും, ജപ്പാനും ഹോങ്കോങ്ങും. അപ്പോൾ അതനുസരിച്ച് പ്രൈസ് കുറയും. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ഒന്ന് വരേണ്ട ആവശ്യമുണ്ട്. ഇത് ജസ്റ്റ് ഒരു പ്രൈസ് മെൻഷൻ ചെയ്യുന്ന വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കണം. സോറി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.